सबको प्रभु का महिमा से मैं आपको प्रणाम व नमस्कार करते हैं. प्रेज द लॉर्ड. ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. हमें नया नियम का यूहन्ना 4 का 23 और 24 को हमारा बीच में ये लेके आएंगे हम लोग. നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. John chapter 4 verse 23 and 24. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങൾ. परंतु वह समय आता है, वरन अब भी है, जिसमें सच्चे भक्तों पिता की आराधना आत्मा और सच्चाई से करेंगे, क्योंकि पिता अपने लिए ऐसे ही आराधक को ढूंढते हैं. परमेश्वर आत्मा है और आवश्यक एक ही उसकी आराधना करने वाले आत्मा और सच्चाई से आराधना करे. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു തന്നെ. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. हमें यहाँ पर सीखते हैं परमेश्वर हमारा आराधना को कैसे तरीका से वो संतुष्ट होता है. ഇവിടെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ആരാധന ദൈവം ഏത് രീതിയിലാണ് നമ്മുടെ ആരാധനയിൽ ദൈവം സന്തോഷിക്കുന്നത്. आराधना में हमें परमेश्वर से चंगाई ले सकता है, आराधना में उसको हमें संतुष्ट कर सकता है, आराधना में हमें आत्मा में आगे बढ़ सकता है. ആരാധനയിൽ നമുക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ കഴിയും, നമുക്ക് സൗഖ്യം പ്രാപിപ്പാൻ കഴിയും, ആരാധനയിൽ നമുക്ക് ആത്മാവിൽ മുന്നേറുവാൻ കഴിയും. आराधना परमेश्वर का सम्मुख में हम लोगों को लेने के लिए पवित्र आत्मा हमारा जीवन में कार्य करता है. ആരാധനയിലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചില ക്രിയകൾ ചെയ്യുന്നു. हमें 23 वचन में हमें ऐसे देखते हैं, पिता अपने लिए, उसमें ऐसा लिखा है, पिता परमेश्वर अपने लिए. ഇവിടെ ആമേ 23-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് പിതാവ് ആമേൻ ഇങ്ങനെ ഇച്ഛിക്കുന്നു. ऐसे ही आराधक को ढूंढता है, ऐसा लिखा है उस पर. ദൈവം ആമേൻ ഇങ്ങനെയുള്ള ആരാധിക്കുന്ന അല്ലെങ്കിൽ നമസ്കരിക്കുന്നവരെയാണ് ദൈവം തേടുന്നതെന്ന് വചനം പറയുന്നു. मलयालम में कैसा लिखा है मेरे को मालूम नहीं, हिंदी और ओरिया में ऐसा लिखा है, पिता अपने लिए, अपने खुद के लिए ऐसे आराधक को ढूंढता है, खोजता है. ദൈവം തന്റെ ഹിതപ്രകാരം ആരാധിക്കുന്നവരെ തേടുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. 24 वचन में भी ऐसा होता है, उसकी आराधना करने वाले को बोल के लिखा है. ഇവിടെ 24-ാം വാക്യത്തിൽ വായിക്കുന്നത് തന്നെ ആരാധിക്കുന്നവരെ കുറിച്ച് പറയുന്നു. आज हमें सीखेंगे ये परमेश्वर का आराधना करने वाले चार तरीका और 4 इंसान को हमें देखने के लिए सीखेंगे. ഇന്ന് പകൽക്കാലം നമുക്ക് പഠിക്കാം ദൈവത്തെ ആരാധിക്കുന്ന 4 രീതിയിലുള്ള 4 ആൾക്കാരെ കുറിച്ച് നമുക്ക് പഠിക്കാം. परमेश्वर 4 प्रकार का 4 लोगों को, आज वचन में बहुत काफी है, लेकिन आज हमारे 4 प्रकार का आराधक को कैसे परमेश्वर ढूंढता है, वैसे लोगों के लिए हमें सीखने के लिए कोशिश करेंगे. ദൈവത്തെ ആരാധിക്കുന്ന ഒത്തിരി പേരുണ്ടെങ്കിലും ദൈവവചനത്തിൽ 4 രീതിയിൽ ആരാധിക്കുന്ന 4 വ്യക്തികളെ കുറിച്ച് ഇന്ന് പകൽക്കാലം നമുക്ക് പഠിക്കാം.
पहले है उत्पत्ति 4:4 हमें देखते हैं। ഒന്നാമതായിട്ട് കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ वहां पर हमें देखते हैं कायन और हाबिल का बारे में। ഇവിടെ നമ്മൾ കാണുന്നത് കായീനും ഹാബേലും ആരാധിക്കുന്നതിനെ കുറിച്ചാണ്. ये दोनों एक बेटा का संतान हो रहा है, ഇവർ രണ്ടുപേരും ഒരു പിതാവിന്റെ മക്കളാണ്. लेकिन ये दोनों का बीच में परमेश्वर उनको ये धरती में उसको जन्म दिया, ये जरूर है, लेकिन परमेश्वर एक को ग्रहण करता है और दूसरा को वो आदर नहीं करता है। ഈ രണ്ടുപേരെയും ദൈവമാണ് ഈ ലോകത്തിൽ വരുവാൻ ഇടയാക്കിയത്. എങ്കിലും അതിൽ ഒരാളെ ദൈവം ആദരിക്കുകയും മറ്റു വ്യക്തിയെ തള്ളിക്കളയുകയും ചെയ്യുന്നു. हमको सबको मालूम है कैसे वो एक को आदर किया, एक दूसरे को अगर ग्रहण नहीं किया, ये हमको सब कुछ मालूम है। നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. ഒരാളെ ദൈവം ആദരിക്കുകയും മറ്റു വ്യക്തിയെ ആദരിക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം हमें हाबिल का बारे में सीखेंगे। तो हाबिल कैसा परमेश्वर का आराधना किया, परमेश्वर का बलिदान चरण में बलिदान किया, उससे परमेश्वर हाबिल का ओर से संतुष्ट होता है। हमें ऐसा देखता है वहां पर। നാം ഇവിടെ കാണുന്നത് ഹാബേല് ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. ഹാബേലിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. वहां पर हमें अगर हमें पढ़ेंगे तो हमको मालूम हो जाएगा अपने भेड़ बेकरों को एक पालक बजे मुझसे बताने लिए आया और उसकी चर्बी भेंट कराई। तब यहोवा ने हाबिल और उसकी भेंट को तो ग्रहण किया बोल के हमें देखते हैं। ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹാബേലും ആട്ടിൻകൂട്ടത്തിൽ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. उसका मतलब ये है कि हाबिल और काइन जो एक परिवार का एक बेटा का जो संतान था, और ये धरती में मेरे ख्याल से ये पहले पैदा हुआ ये पुरुष है। ഹാബേലും കായീനും ഒരു വ്യക്തിയുടെ മക്കളായിരുന്നു. ഈ ഭൂമിയിൽ ആദ്യമായിട്ട് ജനിച്ച രണ്ട് മക്കളാണ്. लेकिन वो कैसे परमेश्वर का आराधना किया हाबिल, तो परमेश्वर उनको संतुष्ट हुआ है। ഹാബേല് എങ്ങനെയാണോ ദൈവത്തെ ആരാധിച്ചത് അതിൽ ദൈവം പ്രസാദിച്ചു. अगर हमें नया नियम में हिब्रियोनी का 11:4 में हमें पढ़ते हैं, പുതിയ നിയമത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. हिब्रू चैप्टर 11 वर्स 4, विश्वास ही से हाबिल ने काइन से उत्तम बलिदान परमेश्वर के लिए चढ़ाया और उसके द्वारा उसने धर्मी होके वांछित किया, क्योंकि परमेश्वर ने उस भेंट को विषय में स्वयं दी और उसके द्वारा वो मरने पर भी अभी तक बात करता है। ഇവിടെ എബ്രായർ 11-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. उसका अंतिम उद्देश्य ये है, अगर मैं परमेश्वर का ओर से पूरी तरीका से मैं आराधना करूंगा तो मैं अगर मर भी जाऊंगा तो परमेश्वर का स्वर्ग में मेरी आवाज
अभी तक वो पहुंचता है बोल के ये हिब्रानियों का लिखने वाले वो ऐसा बताता है। എബ്രായർക്ക് ലേഖനം എഴുതുന്ന ലേഖനകർത്താവ് ഇങ്ങനെ പറയുന്നു, നാം ദൈവത്തിന് പ്രസാദമാകുന്ന ഈ യാഗം കഴിക്കുമ്പോൾ, ആരാധന കഴിക്കുമ്പോൾ, നാം മരിക്കേണ്ടി വന്നാലും ആ ആരാധനയുടെ ശബ്ദം അല്ലെങ്കിൽ ആ ആരാധന ദൈവസന്നിധിയിൽ എന്ന് നിലനിൽക്കും. वो कहने का मतलब वही है, मेरा जो भाई है, मेरा जो पड़ोसी है, मेरा जो दोस्तों है, उससे बढ़कर मैं परमेश्वर का आराधना किया तो परमेश्वर और दूसरी को नहीं देखा परंतु मुझको देखा है, क्योंकि मैं मरने से भी मैं परमेश्वर का आराधना करता था. എന്റെ അയൽക്കാര്, എന്റെ സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെക്കാളും അധികം ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഞാൻ മരിക്കേണ്ടി വന്നാലും, എനിക്ക് മരണം സംഭവിച്ചാലും അതിനുശേഷവും എന്റെ ആരാധന ദൈവസന്നിധിയിൽ നിലനിൽക്കും. अगर हमें मत्ती 5 का 23 और 24 को भी हम लोग देखेंगे, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 22-23 വാക്യം വായിക്കുമ്പോൾ वहां पर ऐसा लिखा है, अगर कुछ आराधना करने और बलिदान करने के लिए आप जाता है तो वहां पर वेदी का ऊपर जाने से पहले आपका चीजों को वहां पर रख दे और पहले अपना भाई के पास जाके उनका साथ मेल मिलाप करके आओ और उसका बाद परमेश्वर को भेंट चढ़ाओ बोल के वहां पर ऐसा लिखा है. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ച് ഒന്നാമത് ചെന്ന് സഹോദരനെ നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക എന്ന് തിരുവചനം പറയുന്നു. परमेश्वर का आराधना भेंट चढ़ाने के लिए जाने के लिए तो हमारा परमेश्वर वो चाहता है, अगर तुम दुनिया में है तो दुनिया का लोगों का साथ पहले मेल मिलाप करो, उसका बाद में जो स्वर्ग में है उसके चरण में आके आराधना करे तो, उसका चरण में आके बलिदान करे तो अपना दिल को भी वो स्वीकार करेगा. നീ ഭൂമിയിലായിരിക്കുമ്പോൾ, നീ വഴിപാട് കൊണ്ടുവരുന്നതിന് മുമ്പ്, ദൈവത്തെ ആരാധിക്കുന്നതിന് മുമ്പ് ഭൂമിയിലായിരിക്കുന്ന നിന്റെ സഹോദരങ്ങളോട് നീ നിരപ്പ് പ്രാപിച്ചിട്ട് സ്വർഗത്തിലിരിക്കുന്ന ദൈവസന്നിധിയിൽ നീ വഴിപാട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിന്റെ വഴിപാട് ദൈവം സ്വീകരിക്കും. परमेश्वर कैसे आराधक को ढूंढता है, अगर हमें लूका 7 में हम लोग देखते हैं, ദൈവം എങ്ങനെ ആരാധിക്കുന്നവരെയാണ് തേടുന്നതെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോൾ उसका 45-46 में हमें पढ़ना ऐसा सिखाने के लिए मिलता है. 45-46 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, यीशु मसीह फारोसी का घर में गेस्ट होके गया है. യേശു ക്രിസ്തു അയൽവാസിയുടെ വീട്ടിലെ ഒരു അതിഥിയായിട്ട് കടന്നു പോകാൻ ഇടയായി. और वहां पर जो भजन करने का टाइम में ये पापिनी स्त्री आके परमेश्वर का आराधना करने के लिए लगा. അവിടെ ഒരു ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവിടെ പാപിനിയായ ഒരു സ്ത്രീ വന്ന് ദൈവത്തെ ആരാധിക്കുന്നു. कि उन पापिनी स्त्री का घर में यीशु नहीं गया. ഈ പാപിനിയായ സ്ത്രീയുടെ വീട്ടില് യേശു പോയില്ല. लेकिन हमें वहां पर देखते हैं कि फारोसी का घर में यीशु मसीह भोजन करने के लिए उस पर गया. എന്നാൽ അവളുടെ അയൽവാസിയായ വീട്ടിലാണ് യേശു ക്രിസ്തു ഭക്ഷണത്തിനായി കടന്നു പോയിരിക്കുന്നത്. और वो जाके परमेश्वर का चरणों में वो कैसे आराधना करता है हमें वहां पर देखने के लिए मिलता है. അവൾ അവിടെ ചെന്ന് കർത്താവിനെ എങ്ങനെയാണ് ആരാധിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. हमें 44 से 46 को अगर हमें पढ़ेंगे तो मालूम होगा,
44 മുതൽ 46 വരെയുള്ള വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും 45 में ऐसा बोलता है, पतरस तुमने मुझे चुम्मा दिया और जब से मैं आया हूं तब से उसने मेरे पांव का चुम्बना ना छोड़ा। तूने मेरे सिर पर तेल नहीं मला, पर उसने मेरे पांव पर इतर माया है। 46, 45, 46. ഇവിടെ പറയുന്നത് നീ എനിക്ക് ചുംബനം തന്നില്ല, ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി. वहां पर हमें देखते हैं ये फारोसी का घर में यीशु है और वहां पर ये सिमोन बॉय है। ये सिमोन का साथ यीशु ने बात करने लगा, सिमोन मैं तुम्हारा घर आया, तुम मुझ पर कुछ भी मुझे नहीं किया, लेकिन ये पापिनी स्त्री जब से मैं यहाँ बैठा है तब से शुरुआत से आखिरी तक मेरे चरण में बैठ के मेरे लिए इतना आराधना किया है। യേശു ശിമോനോട് സംസാരിക്കുന്ന, ശിമോനെ ഞാൻ നിന്റെ ഭവനത്തിൽ വന്നു, പക്ഷേ നീ എനിക്ക് ചെയ്യേണ്ടതായ ഒന്നും ചെയ്തില്ല. പക്ഷെ ഇവൾ ഞാൻ വന്ന സമയം മുതലേ ഇവൾ എന്നെ ആരാധിക്കുന്ന രീതിയെ കുറിച്ച് അവിടെ യേശു പറയും. ये आराधना करने वाले को कैसा तरीका से आराधना करने से प्रभु ने संतुष्ट होता है, ये मुझे और आपको सीखना बहुत जरूरी है। ദൈവത്തെ ആരാധിക്കുന്നവരിൽ ദൈവം എങ്ങനെയാണ് പ്രസാദിക്കുന്നത്, എങ്ങനെയാണ് സന്തോഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആമേൻ കേൾക്കേണ്ടതാണ്. मेरे प्यारे मित्रों, आज हमें जितनों ने बैठा है, हमारा परमेश्वर को हमें कैसे आराधना करना, कैसे उनको आदर करना, हमको सबको परमेश्वर ढूंढता है। ആമേൻ. നമ്മൾ എത്ര പേര് ഇവിടെ ആയിരിക്കുന്നോ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഓരോരുത്തരെയും ദൈവം തേടും. जैसे हमें यूहन्ना 4:23 में पढ़ा है, ये आराधना करने वाले को परमेश्वर ढूंढता है। तो ऐसा आज ये फारोसी का घर में, शिमोन का बीच में, आज ये पापिनी स्त्री को भी उसका आराधना को परमेश्वर स्वीकार किया। യോഹന്നാൻ 4:23 നമ്മൾ വായിച്ചത്, ആമേ ദൈവത്തെ ആരാധിക്കുന്നവരെ എങ്ങനെയുള്ളവരാണ് ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് ദൈവം തേടുന്നു എന്ന് വായിക്കുമ്പോൾ, ഇവിടെ ശിമോന്റെ വീട്ടിൽ കടന്നു വന്ന ആ പാപിനിയായ സ്ത്രീ യേശുവിനെ ആരാധിക്കുന്ന രീതിയെ കുറിച്ച് ഇവിടെ വെളിപ്പെടുത്തുന്നു. पॉइंट नंबर 2, രണ്ടാമത്തെ വിഷയം, परमेश्वर चाहता है जोखिम का पार में बाढ़ों का सुधारने वाले को वो ढूंढता है। ആമേൻ. ദൈവം ദൈവത്തെ ആരാധിക്കുന്നവർ, അതായത് ആമേൻ പ്രതികൂലങ്ങളുടെ മധ്യേയും ദൈവത്തെ ആരാധിക്കുന്നവരെ ദൈവം തേടുന്നു. हमें गीत भी गाते हैं, कौन जाएगा कौन मेरे लिए, प्रभु मुझे भेज, मैं जाऊंगा वहां। ऐसे हमें गीत भी गाते हैं। നമ്മൾ പാട്ട് പാടാറുണ്ട്. ആമേൻ. ആർ എനിക്ക് വേണ്ടി പോകും, കർത്താവേ എന്നെ അയക്കണമേ, ഞാൻ നിനക്കായി പോകാം. तो परमेश्वर ऐसे इंसान को ढूंढता है जो जोखिम में, जो बाढ़ का सुधारने वाले को परमेश्वर ढूंढता है। ആമേൻ. പർവ്വതങ്ങളിൽ പ്രതികൂലങ്ങളുടെ മധ്യേയും ആ പ്രശ്നങ്ങളുടെ മധ്യേയും ദൈവത്തെ ആരാധിക്കുന്നവരെ ദൈവം തേടും. यही एक उसका 22:30 में हमें ऐसे पढ़ते हैं, एक्सोडस പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, वहां पर हमें ऐसे पढ़ते हैं, बाढ़ को सुधारने वाले इंसान को ढूंढता है, मैंने उनमें ऐसा मनुष्य ढूंढता वो कि बाढ़ को सुधारने और देश के निमित्त ना के मैं मेरे समान
वैसे गड़हों को मुझे उसका नाश ना करना पड़े, परंतु ऐसा लोगों ना मिला। रेफरेंस और एक बार बोलिए। नरगवन ये कल का एक्सोडस 22:30। यहस्केल का। हाँ, പുറപ്പാട് പുസ്തകം ഇല്ല ഇല്ല യഹസ്കേല. യഹസ്കേൽ 30-ാം അധ്യായം 22-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താൻ. हमें जो देश दुनिया में हमें जो वास करता है, मतलब हमें जो भारत में हमें वास करता है, जो स्टेट पर हमें जो वास करता है, वो नाश नहीं हो के उनको सुधारने वाले को परमेश्वर ढूंढता है. അതെ, ദേശത്തിലും പട്ടണങ്ങളിലും വസിക്കുന്നവർ നശിപ്പിക്കാതിരിക്കേണ്ടതിന്, ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അതിന് മതിൽ കെട്ടി കാത്ത് പരിപാലിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ദൈവം തേടും. इज़ेकियल 22:30 पढ़ा क्या पास्टर? या हाँ, वहां पर हमें ऐसे देखते हैं, परमेश्वर ऐसे इंसान को ढूंढता है, लेकिन वो ढूंढता तो जरूर, लेकिन उनको नहीं मिलता बोल के वहां पर लिखा है. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം അങ്ങനെയുള്ള മനുഷ്യനെ അന്വേഷിക്കുന്നു, പക്ഷേ അതുപോലുള്ള ആരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. देखिए, यहाँ पर परमेश्वर ने धरती को सृष्टि किया है, इंसान को निर्माण किया है, लेकिन परमेश्वर जो ढूंढता है वैसे इंसान यहाँ पर नहीं मिलता है, हमें ऐसा पड़ता है. ഇവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആമേൻ, മനുഷ്യനെ ഭൂമിയിലാക്കി, പക്ഷേ ദൈവത്തെ ആരാധിക്കേണ്ട രീതിയിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അന്വേഷിച്ചു, പക്ഷെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. हमें देखते हैं उत्पत्ति का 18 में, ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, हमको अब्राहम न मिलता है, एक इंसान है वहां पर. നമുക്ക് അവിടെ ഒരു വ്യക്തിയെ കാണാൻ കഴിയും, അബ്രഹാം. अगर हमें देखते हैं 18 का उसका 25 में अगर हम लोग पढ़ेंगे तो मालूम हो सकता, അതിന്റെ 18-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, इस प्रकार का काम करना तुझसे दूर रहे, क्योंकि दुष्ट के संग धार्मिक लोगों को भी मार डाले, और धर्मी और दुष्ट दोनों के यही दशा हो, यह तुझसे दूर रहे, क्या सारी पृथ्वी का न्याय ना करे. ഇവിടെ നമ്മൾ 25-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ, നീതിമാൻ ദുഷ്ടനെ പോലെ ആകാത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല, സർവഭൂമിക്കും ന്യായാധിപനായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ. यहाँ पर अब्राहम ने परमेश्वर का साथ बात करने के हमें देखता है. ഇവിടെ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കാണുന്നത്. 26 में अगर हम लोग पढ़ेंगे तो परमेश्वर उनको ऐसा बोलता है, അതിന്റെ 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യഹോവ ആമേൻ ഇങ്ങനെ സംസാരിക്കുന്നു, अगर तुम्हारा देश में, अगर तुम्हारा जिला में, अगर तुम्हारा राज्य में 50 धार्मिक लोगों को अगर हमें पाऊंगा तो उस नगर को हमें नाश नहीं करूंगा. അതെ, നിന്റെ ദേശത്തിൽ അല്ലെങ്കിൽ നിന്റെ പട്ടണത്തിനകത്ത് 50 പേർ ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ആ പട്ടണത്തെ ദൈവം നശിപ്പിക്കയില്ല. हमें अगर देखते हैं वहां पर जो उत्पत्ति का 18 में 18 उसका 25 से अगर नीचे हमें देखते हैं तो मूसा अब्राहम ने परमेश्वर का साथ 6 बार उनके साथ बात किया वो देश को उद्धार करने के लिए.
ഈ ഉൽപ്പത്തി പുസ്തകം ഈ 18-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തോട് ആമേൻ 6 പ്രാവശ്യം അവന് ദൈവത്തോട് ചോദിക്കുന്നു ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഇടിവിൽ നിൽക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. हमें देखते हैं 28 वचन में, अगर 45 इंसान मिलेगा तो हमें नाश नहीं करूंगा. അടുത്ത് നമ്മൾ കാണുന്നത് 45 നീതിമാന്മാരുണ്ടെങ്കിൽ ആ ദേശത്തെ ദൈവം നശിപ്പിക്കയില്ല. 29 वचन में हमें देखते हैं 40, 30 वचन में देखते हैं हमें 30, 31 वचन में देखते हैं हमें 20 और 32 में हमें देखते हैं 10. നമ്മൾ ഓരോ വാക്യത്തിലും താഴോട്ട് വായിക്കുമ്പോൾ അവിടെ 40, 35, 30, 20, 10 അവസാനിച്ച് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. परमेश्वर ये चाहता है एक इंसान अगर भारत में खड़ा होके मेरे साथ बात करेगा तो मैं ये भारत को जरूर उद्धार करूंगा. ദൈവം പറയുന്നത് ഈ ഭാരതത്തിന് വേണ്ടി ഒരു വ്യക്തിയെങ്കിലും എനിക്ക് വേണ്ടി എന്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ ദേശത്തിന് വേണ്ടി നടുവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഒരുക്കമാണെങ്കിൽ ദൈവം ഈ ഭാരതത്തെ നശിപ്പിക്കുകയില്ല. परमेश्वर अब्राहम का जैसे ऐसा इंसान को आज ढूंढता है हमारा बीच में. ദൈവം ഇന്നും നമ്മുടെ മധ്യത്തിൽ അബ്രഹാമിനെ പോലുള്ള മനുഷ്യരെയാണ് തേടുന്നത്. हम और एक भी हमें देखते हैं निर्गमन का, उनका 22 और उनका 31 और 32 में देखते हैं, सॉरी निर्गमन 32. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം वहां पर मूसा को भी हमें देखते हैं. ഇവിടെ നമ്മൾ മോശയെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. मूसा बोलता है यहाँ पर, हमें जल्दी जल्दी जाना पड़ेगा. मूसा वहां पर ऐसा बोलता है, अगर तुम वो लोगों को उद्धार नहीं करे क्योंकि वो लोग ने पाप किया, हाय वो लोगों का पाप अगर तुम क्षमा ना करे तो मेरे नाम भी आपका लिखा हुआ पुस्तक से भी काट डालो बोलता है. മോശ ദൈവത്തോട് ഇവിടെ സംസാരിക്കുന്ന കാര്യം, അവർ തെറ്റ് ചെയ്തു പോയി, അവർ പാപം ചെയ്തു, പക്ഷെ അവരെ ദൈവം വിടുവിച്ചില്ല എങ്കിൽ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയെന്ന് മോശ ദൈവത്തോട് അപേക്ഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. हमें यह सीखना जरूरी है. जो परमेश्वर का अच्छा ही आराधना भक्त लोग, जो परमेश्वर का इच्छा से चलने वाले लोगों का नाम उसका जीवन का पुस्तक में लिखा जाता है. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്ന ഓരോരുത്തരുടെയും പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. अगर हमें लूका का 10 में हमें पढ़ते हैं, वहां पर कहाँ ऐसा लिखा हुआ है, तुम ये सब आश्चर्य कार्य को देख से आनंद होता है, उससे आनंद मत रहो, लेकिन तुम्हारा नाम यहाँ लिखा है इसलिए आप आनंद करो बोलता है. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ യേശു ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ അത്ഭുത പ്രവർത്തികൾ കണ്ട് നിങ്ങൾ അതിശയിക്കണ്ട, ഇത് കണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കും. जब मेरा आपका आराधक को, हमारा जो बलिदान को अगर परमेश्वर संतुष्ट हो जाता है तो उनका बुक में, उनका किताब में हमारा नाम लिखा जाता है. നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ വഴിപാട് ദൈവം പ്രസാദിക്കുന്നുവെങ്കിൽ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ദൈവം എഴുതി വയ്ക്കും. लेकिन हमें देखते हैं निर्गमन में मूसा बोलता है, अगर तुम उनको उद्धार ना करे तो मेरा नाम भी आपका लिखा हुआ किताब से मेरा नाम को भी काट डालो बोलता है. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ മോശ പറയുന്നത്, അവന്റെ പാപം ക്ഷമിച്ചില്ല എങ്കിൽ, അവരെ വിടുവിച്ചില്ല എങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എന്റെ പേര് മായ്ച്ചു കളയണം. उसका मतलब परमेश्वर का सम्मुख में ये मूसा कितना दीनता, नम्रता का साथ अपने लोगों के लिए वो प्रार्थना करता है, अपने लोगों के लिए बलिदान चढ़ाता है, अपना लोगों के लिए परमेश्वर का आराधना करता है. ഇവിടെ അതിന്റെ അർത്ഥം മോശ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ച് അവൻ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ച് താൻ പ്രാർത്ഥിക്കുന്നു ആ ജനത്തിന്റെ വിടുതലിന് വേണ്ടി.
अगर हमें भजन संहिता 106 का 23 में देखते हैं, 106 സങ്കീർത്തനം വായിക്കുമ്പോൾ वहां पर लिखा है मूसा ये जख्म पर खड़ा होके परमेश्वर का साथ बात कर रहा है। ആമേൻ. ഇവിടെ നമ്മൾ കാണുന്നത് മോശ ഇടിവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുന്നത്. हमें ये वचन को हमें पढ़ेंगे, भजन संहिता 106 और उनका 23 को वहां पर ऐसा लिखा है, इसलिए उसने कहा कि मैं उनका सत्यानाश कर डालता यदि मेरा चुना हुआ मूसा जोखिम के स्थान में उनके लिए खड़ा ना होता, ताकि मेरे जलहट को ठंडा करे, कहीं ऐसा हो कि मैं उन्हें नाश कर डालूं। 106 സങ്കീർത്തനം അതിന്റെ 23 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. അവന്റെ വൃതനായ മോശ കോപത്തെ ശമിപ്പിപ്പാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പ് നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. हमें देखते हैं मूसा कैसे अपने देश के लिए, अपने लोगों के लिए वो जोखिम पर खड़ा होके परमेश्वर का साथ, परमेश्वर का सच्चाई भक्त से साथ वो आराधना कर रहा है। ആമേൻ. മോശ എങ്ങനെയാണ് ജനത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി പിളർപ്പിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. पॉइंट नंबर 3, മൂന്നാമത്തെ വിഷയം पहला सामुएल 13 का 14 में हमें देखते हैं, 1 ശമൂവേലിന്റെ പുസ്തകം 13 അധ്യായത്തിന്റെ 14 വാക്യം വായിക്കുമ്പോൾ परमेश्वर चाहता है अपने मन का अनुसार पुरुष को वो ढूंढता है। ദൈവം ആമേൻ അന്വേഷിക്കുന്ന വ്യക്തി, ആമേൻ ദൈവത്തിന് ബോധിച്ച പുരുഷനെയാണ് ദൈവം അന്വേഷിക്കുന്നത്. हमें जानते हैं दाऊद ने उनको कैसा परमेश्वर का मन का पुरुष हो सकता। ദാവീദ് എങ്ങനെയാണ് ദൈവത്തിന് ബോധിച്ച പുരുഷനായി തീർന്നത്? हमें वहां पर ऐसे पढ़ते हैं, നമ്മളിവിടെ ഇങ്ങനെ വായിക്കുന്നു, दाऊद परंतु अब तेरा राज बना ना रहो के यहोवा ने अपने लिए एक ऐसा पुरुष को ढूंढ लिया, उनके मन का अनुसार है, और यहोवा ने इसका अपने प्रजा पर प्रधान होके ठहराया है, क्योंकि तूने यहोवा की आज्ञा को नहीं माना। ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. दाऊद का बारे में सीखता है, ये परमेश्वर का मन का अनुसार चलने वाला इंसान है। ദാവീദിനെ കുറിച്ച് പറയുന്നത്, ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരം, തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. हमें जानते हैं दाऊद काफी उनका पिछले उनका बहुत कुछ है उसका ऊपर में। ദാവീദിന്റെ ജീവിതത്തിൽ, തന്റെ പിന്നോട്ടുള്ള ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ട്. लेकिन ये दाऊद को परमेश्वर ऐसा चाहता है, ये मेरा मन से वो कार्य करने वाला, इसलिए उनको ढूंढता है। എന്നാൽ ദാവീദിനെ കുറിച്ച് ദൈവം തന്റെ ഹൃദയപ്രകാരം ആയിരിക്കുന്ന, തനിക്ക് ബോധിച്ച ഒരു പുരുഷൻ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. हमें अगर पढ़ेंगे प्रेरितों का उसका 13 का 22 में, प्रेरितों का 13 का 22, അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായത്തിന്റെ 22 വാക്യം വായിക്കുമ്പോൾ, अगर किसका पास अगर हो सकता तो हिंदी थोड़ा पढ़ सकता है क्या उनको एक वचन को, प्रेरितों का 13 का 22। फिर उसे अलग करके दाऊद को उनका राज्य बनाया,
जिसके विषय में उसने गवाही दी कि मुझे एक मनुष्य ईसाई के पुत्र दाऊद मेरे मन के अनुसार मिल गया है, वही मेरे सारी इच्छा पूरी करेंगे. അവനെ നീക്കിയിട്ട് Praise the Lord. ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. हमें यह कल में हमें देखा परमेश्वर ढूंढता है, लेकिन वहां पर हमें सीखा तो परमेश्वर ढूंढता है लेकिन उनको नहीं मिलता है बोल के. നമ്മൾ യഹസ്കേലിൽ നമ്മൾ വായിച്ചത് ദൈവം ഒരു മനുഷ്യനെ അന്വേഷിച്ചു, പക്ഷെ അവനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. यहाँ पर हमें देखते हैं दाऊद का बारे में बोलता है, मैं ढूंढ रहा जरूर लेकिन मुझको मिल गया है. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഞാൻ തേടി, ദാവൂദിനെ കുറിച്ച് പറയുന്നത് ഞാൻ അന്വേഷിച്ചു, പക്ഷെ ഞാൻ ഇവിടെ അവനെ കണ്ടെത്തി. यहाँ पर हमें एक नया चीज हमें सीखेंगे. ഇവിടെ നമുക്കൊരു പുതിയ കാര്യം പഠിക്കുവാൻ കഴിയും. दाऊद का जैसे पहले जीवन जैसे था वैसे अगर होता तो परमेश्वर उनको भी नफरत करता था. ആമേൻ. ദാവീദിന്റെ ജീവിതം ആദ്യം ആയിരുന്ന രാജാവിന്റെ ജീവിതം പോലെ ആയിരുന്നുവെങ്കിൽ ദൈവം അവനെ വെറുത്തേനെ. हमें पढ़ते हैं भजन संहिता 51 में देखते हैं दाऊद कैसे परमेश्वर का साथ रो रो के परमेश्वर का ओर से अपना पाप सारे को उनका पैर का नीचे में डाल दिया. 51 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദാവീദ് ആമേൻ ദൈവസന്നിധിയിൽ കരഞ്ഞ് വിലപിച്ച് തന്റെ പാപമെല്ലാം തന്റെ പാദപീഠത്തിൽ ഉപേക്ഷിക്കുന്നത്. हमें सिखा वो पापिनी स्त्री भी ऐसे यीशु का भोजन करने का टाइम में रो रो के उसका आंसू बहा के उनका पैर का नीचे बैठ के उनका सारे पाप को स्वीकार किया. പാപിനിയായ സ്ത്രീയും യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് അവൾ കരഞ്ഞു വിലപിച്ച് കണ്ണുനീരൊഴുക്കി തന്റെ പാപങ്ങളെല്ലാം യേശുവിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് ആരാധിക്കുന്നത് കാണുവാൻ കഴിയും. और वहां पर भी ऐसे पापिनी स्त्री को बोलता है तेरे सारे पापों को मैंने क्षमा कर दिया. പാപിനിയായ സ്ത്രീയോട് യേശു പറഞ്ഞത് നിന്റെ സകല പാപങ്ങളും മോചിക്കപ്പെട്ടിരിക്കുന്നു. यहाँ पर दाऊद को ऐसा बोलता है मैं ढूंढ लिया जरूर लेकिन वहां पर उस दिन तक मुझे नहीं मिला था, आज तुम मुझे मिल गया है, तुम मेरे इस्राएल लोगों को तो राज करेगा. ഞാൻ ആദ്യം മുതലേ അന്വേഷിച്ചു, ഒരു വ്യക്തിയെ കണ്ടുകിട്ടാൻ കഴിഞ്ഞില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് കണ്ടുകിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് നിന്നെ ഞാൻ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. मेरे प्यारे मित्रों, हमारे पहले जीवन को परमेश्वर नहीं देखेगा. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പഴയകാല ജീവിതങ്ങൾ ഒരിക്കലും ദൈവം അത് നോക്കത്തില്ല. अभी आज इसी वक्त हमारा जीवन को परमेश्वर चाहता है. ഇപ്പോൾ ഈ സമയത്ത് ആയിരിക്കുന്ന നമ്മുടെ ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. अगर हम देखते हैं क्रूस का ऊपर में जो दो चोर था, एक को परमेश्वर वहां पर स्वीकार किया तुरंत. ആമേൻ. ക്രൂശിൽ തറയ്ക്കപ്പെട്ട രണ്ട് കള്ളന്മാരെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരാളെ ദൈവം സ്വീകരിക്കുന്നു. कोई बोला पर जी यीशु ने बोला आज तू मेरे साथ जाओगा. ആമേൻ. ഒരു വ്യക്തിയോട് യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും. जब मैं पहले सब गलियत को हमारा जो गंदा चीजों को छोड़कर जब यीशु का पास आएंगे तो परमेश्वर हमको भी हमारा आराधना को भी वो स्वीकार करेगा. അതെ, നമ്മുടെ ജീവിതത്തിലെ പഴയകാല സ്വഭാവങ്ങൾ, പാപങ്ങളെ ആമേൻ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മെ സ്വീകരിക്കുന്നു. और चौथा और आखिरी का हमारा पॉइंट है, നാലാമത്തെ പോയിന്റ്, दूसरा इतिहास उसका 16 का 9. 2 ദിനവൃത്താന്തം അതിന്റെ 16-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. निष्कपट इंसान को परमेश्वर ढूंढता है. ആമേൻ. തന്നിൽ ഏകചിത്തനായിരിക്കുന്നവരെ ദൈവം അന്വേഷിക്കുന്നു. वहां पर ऐसा लिखा है, देखो यहोवा का दृष्टि पर पृथ्वी पर इसलिए फिरती रहे हैं कि
जिसका मन उसकी ओर निष्कपट होता है। ഇവിടെ നമ്മൾ വായിക്കുന്നത് യഹോവയുടെ കണ്ണ് തങ്കൽ ഏകചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. वहां पर हमें देखते हैं मुझे और आपको परमेश्वर ऐसा ढूंढता है, निष्कपट इंसान को ढूंढता है। അതെ, ആമേൻ. ഏകചിത്തന്മാരായിരിക്കുന്നവരെയാണ് ദൈവം തേടിക്കൊണ്ടിരിക്കുന്നത്. हमें देखते हैं दानियल का किताब में 3 का 28-29 में शद्रक, मेशक, अबेदनीगो, वो लोगों का अंतर में कुछ भी छंद कपट नहीं था। ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം നമ്മൾ 29-ാം വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവിടെ ആമേ ശദ്രക്, മേശക്, അബേദ്നഗോ അവർ ദൈവസേനയിൽ ഒരു തെറ്റും ചെയ്യാത്തവരായിരുന്നു. दानियल 6 का 22 में हमें देखते हैं परमेश्वर का सामने ये दानियल का कुछ भी परमेश्वर का सामने दानियल का कुछ भी ये गलती नहीं था, वो भी निष्कपट था। ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാനിയേൽ ദൈവസന്നിധിയിലും രാജാവിന്റെ മുമ്പും ഒരു കുറ്റവും ചെയ്യാത്ത വ്യക്തിയായിരുന്നു. हमें देखते हैं निहमिया का किताब उनका 9 का 7 में अब्राहम का मन पर परमेश्वर का इच्छा वो परमेश्वर का ओर से वो चलता था। निहमिया का 9 का 7 ആമേൻ. നെഹെമ്യാ 9-ന്റെ 7-ലും വായിക്കുന്നത്, അവിടെ അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൊണ്ടുവരുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ നീതിമാനായിരുന്നു. मेरे प्यारे मित्रों, आज सुबह ये 4 इंसान को परमेश्वर ढूंढता है जो कि परमेश्वर के लिए अपना जीवन को समर्पित करके आगे बढ़ने के लिए। ഈ 4 വിധമാകുന്ന ആൾക്കാരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്, ദൈവം അന്വേഷിക്കുന്നത്. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന 4 പേരെ ആമേൻ 4 രീതിയിൽ ആരാധിക്കുന്ന വ്യക്തികളെ ദൈവം തേടുന്നു. पहले हमें सीखा हाबिल का आराधक को परमेश्वर कैसा स्वीकार किया। ഒന്ന് നമ്മൾ കണ്ടു, ഹാബേലിന്റെ ആരാധനയിൽ ദൈവം എങ്ങനെയാണ് പ്രസാദിച്ചത്. दूसरा हमें सीखा परमेश्वर का मन के अनुसार मनुष्य को वो ढूंढता वो लेकिन वो पाता नहीं। രണ്ടാമത് നമ്മൾ കണ്ടു, ദൈവത്തിന്റെ ഹൃദയപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം തേടി, പക്ഷെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. तीसरा हमें सीखा बाढ़ों का सुधारने वाले लोगों को वो ढूंढता है। മൂന്നാമത് നമ്മൾ കാണുവാൻ ഇടയായി ആമേൻ പിളർപ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച്. और परमेश्वर उनको मिल गया, परमेश्वर के लिए वो मिल गया है। ദൈവത്തിന് ആ വ്യക്തിയെ തേടി കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞു. और चौथा में हमें देखा निष्कपट मनुष्य को ढूंढा, जो शद्रक, मेशक, अबेदनीगो, दानियेल और अब्राहम का हमें देखते हैं उनका जीवन में कुछ भी छंद कपट नहीं था। നാലാമത് തന്നിൽ ഏകചിത്തനായി ആമേൻ ദോഷം വിട്ടകന്ന് വിശുദ്ധമായ ജീവൻ നയിക്കുന്ന വ്യക്തികളെ കുറിച്ച് ശദ്രക്, മേശക്, അബേദ്നഗോ, ദാനിയേൽ, അബ്രഹാം അവരെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. प्रभु हमको दया करे, आशीष दीजिए। मुझे अवसर दिया हुआ ये प्लेटफॉर्म का होस्ट को हमें धन्यवाद करते हैं। पास्टर पीके थॉमसन को ये अवसर मुझे दिया और ट्रांसलेट किया हुआ हमारा प्यारे पास्टर जॉय को मैं अंतर का गहराई से मैं धन्यवाद करता हूं, जाकि मेरा आंडू पांडू हिंदी को भी वो अच्छा तरीका से वो समझाने के लिए कोशिश किया, इसलिए मैं आपको भी बहुत बहुत धन्यवाद करता हूं। ഇന്ന് പകൽക്കാലം എനിക്ക് അവസരം ഒരുക്കിയ കർത്താവിന്റെ ദാസൻ ആമേ തോമസ് പാസ്റ്ററും കുടുംബത്തിന് നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആമേ ദൈവദാസന് നന്ദി അറിയിക്കുന്നു. जय मसीह, प्रेज द लॉर्ड। God bless you.